ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മളിന്ന് മാങ്ങ കൊണ്ട് ഒരു ആംകി ദാൽ അല്ലെങ്കിൽ പച്ച മാങ്ങ കൊണ്ടുള്ള പരിപ്പ് കറി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഈ പച്ചമാങ്ങ പരിപ്പ് കറി ഉണ്ടാക്കാനായി ഒരു കപ്പ് ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് എടുക്കാൻ പോണത്. ഇതാണ് എൻ്റെ മെഷർമെൻറ്റ് കപ്പ്. പരിപ്പ് കുക്കറിൽ വെക്കാൻ പോവാണ്. കുക്കറിൽ ഞാനിതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് കുക്കറിൽ വെക്കണ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇപ്പോൾ അടിയിൽ വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഇറക്കി വെക്കുക. എന്നിട്ട് ഒരടപ്പ് കൊണ്ട് മൂടി വയ്ക്കുക. എന്നിട്ട് കുക്കർ അടയ്ക്കുക. എന്നിട്ട് വെയിറ്റ് ഇടുക. ഇപ്പം ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷമാണ് അതിൽ പരിപ്പിൻ്റെ പാത്രം ഇറക്കി വെച്ചത്. എന്നിട്ട് അടച്ചു വെച്ചു. എന്നിട്ട് കുക്കറിൻ്റെ മൂടി ക്ലോസ് ചെയ്തിട്ട് വിസിലിട്ടു. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണ്, പുതിയതായിട്ട് കുക്കറിൽ വെച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു സേഫ്റ്റിയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം കുറയുമോ എന്നുള്ള ഒരു പേടി വേണ്ട. ഓക്കെ. ഇനി ഇതിനായി ഒരു വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം. വലിയുള്ളി ചെറിയുള്ളി ആയാൽ നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും കൂടി വേണം. പിന്നെ മാങ്ങ മുറിച്ച് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മുടെ പാൻ വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു സ്പൂണൊക്കെ മതിയാവും. അതിലേക്ക് നമ്മൾ കടുക്, ദെൻ പെരിഞ്ചീരകം കേട്ടോ, ദെൻ കറിവേപ്പില ഒന്ന് വഴറ്റുക. അത് കടുകൊക്കെ പട്ടപട്ടയെന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളകും കൂടി കീറിയിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് ഇടുക കേട്ടോ. പിന്നെ അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് വഴറ്റുക. വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആഡ് ചെയ്ത ശേഷം നമ്മൾ ഈ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിനൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, വേവട്ടെ. വൈകിട്ട് നമുക്കിവിടെ കുക്കറൊക്കെ താണു കഴിഞ്ഞു. പരിപ്പ് വെച്ച കുക്കറ് അടിപൊളിയായിട്ടൊക്കെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിൽ ഇതിലേക്ക് യൂസ് ചെയ്യുക കേട്ടോ. സാമ്പാർ പരിപ്പോ ചെറുപരിപ്പോ ഒക്കെ യൂസ് ചെയ്യുക. പരിപ്പ് നമ്മൾ ഈ വഴറ്റിയ സാധനത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സോ നമുക്കിവിടെ ഒരു അടിപൊളി പച്ച മാങ്ങ പരിപ്പ് കറി തയ്യാറാണ്. ഓക്കെ. ഇത് നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കുക. അടിപൊളിയാണ് കേട്ടോ. അതിന് മേലെ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കുക. ഹാപ്പി കുക്കിംഗ്.